പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹിതയാകുന്ന സ്വർഗപിതാവിൻ ദൈവമേ, വേദവിചാരം എന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞങ്ങൾക്ക് വരുവാൻ തക്കവണ്ണം, അങ്ങയുടെ തിരുവചനങ്ങളെ ധ്യാനിപ്പാൻ തക്കവണ്ണം അങ്ങ് ഒരുക്കിയിരിക്കുന്ന ഈ മുഖാന്തരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾ ചിന്തിക്കുന്ന ഈ വചനം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ അങ്ങോട്ട് ചേർന്ന് ജീവിച്ച് അങ്ങയുടെ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ മുഖാന്തരം ഒരുക്കണമേ. ബലഹീന നടിയനെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങ് നൽകിയിരിക്കുന്ന കൃപയിൽ നിന്ന് വചനം ഘോഷിപ്പാൻ അങ്ങ് സഹായിക്കണമേ. വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കുകയും ഇതവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ സഹായിക്കുകയും ചെയ്യണമെന്ന് യേശുവിനകത്ത് അപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി എഫേഷ്യ ലേഖനം 4-ാം അധ്യായം 32-ാമത്തെ തിരുവചനം. ദി എപ്പിസൽ of St. Paul to Ephesians chapter 4 verse 32. നിങ്ങൾ പരസ്പരം ദയയും മനസ്സലിവുള്ളവരുമായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുവിൻ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവവുമായി ഒരു വലിയ ബന്ധം ഉള്ളവരാകാം നാം ഓരോരുത്തരും. പ്രാർത്ഥനയിലൂടെ ദൈവത്തെ ഭയന്നും ദൈവകൃപയിലും ജീവിക്കുവാൻ ആഗ്രഹിക്കുകയും അതിനായി ദൈവവുമായൊരു വലിയ ബന്ധം നമ്മുടെ ജീവിതത്തിൽ സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് നാം ഓരോരുത്തരും. എന്നിട്ടും പലപ്പോഴും അനേക വിഷയങ്ങൾ, നമ്മുടെ വ്യക്തിപരമാവുന്ന വിഷയങ്ങൾ നാം പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കാത്ത സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിൻ്റെ കാരണം പലപ്പോഴും നാം പരിശോധിക്കാറില്ല. ദൈവം എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നില്ല എന്ന് നാം ചിന്തിക്കാതെ വീണ്ടും വീണ്ടും നാം പ്രാർത്ഥിക്കുകയും അതോടൊപ്പം ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ നാം അനേക കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാറുണ്ട്. പ്രാർത്ഥനയുടെ തവണ ഒരുപക്ഷെ കൂട്ടും. നാം ദീർഘമായി ഒരുപക്ഷെ പ്രാർത്ഥിച്ചെന്നിരിക്കും. പ്രാർത്ഥന പോരാഞ്ഞിട്ട് നാം ഒരുപക്ഷെ ഉപവസിച്ച് പ്രാർത്ഥിച്ചെന്നിരിക്കും. നേർച്ച കാഴ്ചകൾ അല്ലെങ്കിൽ പെരുന്നാളുകൾ ഒക്കെ നാം ചെയ്തും അതിൽ പങ്കാളികളാകും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ, ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ പല കാര്യങ്ങൾ നാം ചെയ്യാറുണ്ട്. എന്നിട്ടും പ്രാർത്ഥനയ്ക്ക് നമുക്ക് മറുപടി ലഭിക്കാതെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിൻ്റെ കാരണമെന്ന് നാം പലപ്പോഴും പരിശോധിക്കാറില്ല. ഇവിടെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ പരസ്പരം ദയയും മനസ്സലിവുള്ളവരുമായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുവിൻ. അപ്പോൾ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നൊരു കാര്യം അപ്പോസ്തലൻ ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം നമ്മോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുവിൻ. മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയാത്ത എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ നാം പ്രാർത്ഥിച്ചാൽ പലപ്പോഴും ആ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൽ നിന്ന് മറുപടി ലഭിക്കുകയില്ല. തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ നാം നമ്മുടെ സമസൃഷ്ടികളെ സ്നേഹിക്കണമെന്ന് ദൈവം നമ്മോട് അരുളി ചെയ്യുകയാണ്. ദൈവത്തെ എങ്ങനെയാണ് നാം സ്നേഹിക്കുന്നത്? ജീവിതത്തിൽ ചെറിയ പ്രയാസങ്ങൾ വന്നാലും നാം ദൈവത്തെ ഒരുപക്ഷെ തള്ളിക്കളയുകയില്ല. കാരണം ദൈവത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് ദൈവം ദോഷമായി നമുക്കൊന്നും ചെയ്യുകയില്ല എന്ന് നാം കരുതുന്നതുകൊണ്ട് നാം ദൈവത്തെ തള്ളിപ്പറയുകയില്ല, ദൈവത്തെ സ്നേഹിക്കുന്നു. എന്നാൽ മനുഷ്യർ അല്ലെങ്കിൽ സമസൃഷ്ടികൾ നമ്മെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ചെയ്യുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ ഭാരപ്പെടുത്തുക മാത്രമല്ല, പലപ്പോഴും അത് ക്ഷമിക്കുവാൻ കഴിയാതെ നമ്മുടെ മനസ്സിൽ ഇരിക്കുമ്പോൾ ആ ക്ഷമ കൊടുക്കാത്ത സാഹചര്യം നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് കുറച്ചുകൂടി വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 36 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങൾ. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: ഗുരു, ന്യായപ്രമാണത്തിലെ വലിയ കൽപ്പന ഏതാകുന്നു എന്ന് ചോദിച്ചു. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒരു ന്യായപ്രമാണ വിദഗ്ധൻ, നാം അത് വായിക്കുന്നു 35-ാം വാക്യത്തിൽ, അവരിൽ ഒരു ന്യായപ്രമാണ വിദഗ്ധൻ അവനെ പരീക്ഷിച്ചു. യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ഒരു ചോദ്യം അവൻ ചോദിക്കുകയാണ്. ന്യായപ്രമാണം നന്നായി അറിയാവുന്നവൻ
അവൻ ചോദിക്കുകയാണ്, ഗുരു, ന്യായപ്രമാണത്തിലെ വലിയ കൽപ്പന ഏതാകുന്നു എന്ന് ചോദിച്ചു. യേശു അവനോട്, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലുതും ഒന്നാമത്തേതുമായ കൽപ്പന. അപ്പോൾ ഒന്നാമത്തെ കൽപ്പന, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ആ ദൈവത്തോടുള്ള സ്നേഹം ഒന്നാമത്തെ കൽപ്പന കർത്താവിന് നൽകുകയാണ്. എന്നിട്ട് തുടർന്ന് പറയുകയാണ്, രണ്ടാമത്തേത് അതിനോട് സമമാകുന്നു, നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. അപ്പോൾ രണ്ടാമത്തെ കൽപ്പനയ്ക്കും അതേ അളവ് പ്രാധാന്യം നൽകണമെന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. അതിന് സമമാകുന്നു, ഒന്നാമത്തെ കൽപ്പനയ്ക്ക് സമമാകുന്നു. എന്താണ്? നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ സമസൃഷ്ടികളെ സ്നേഹിക്കണമെന്ന് കർത്താവ് അവിടെ ആ ന്യായപ്രമാണി അല്ലെങ്കിൽ ആ വ്യക്തിയോട് പറയുന്ന തിരുവചനമാണ് നമ്മുടെ വായിക്കുന്നത്. ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കുവാൻ കഴിയാറുണ്ടോ? നമ്മെ ദ്രോഹിച്ചവരാകാം, വേദനിപ്പിച്ചവരാകാം, നാം സ്നേഹിച്ചവരാകാം, നാം ഉപകാരം ചെയ്തവരാകാം. നമ്മെ ഭാരപ്പെടുത്തുന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അവർ മൂലമുണ്ടായിട്ടുണ്ടെങ്കിൽ, ക്ഷമിക്കപ്പെടാതെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമാണ് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തെ നാം സ്നേഹിക്കുന്നത് പോലെ സമസൃഷ്ടികളെയും സ്നേഹിക്കണം. സമസൃഷ്ടികളെ സ്നേഹിക്കുമ്പോൾ അതിന് ഒരു ഫലമുണ്ട്. സ്നേഹത്തിന് ഒരു പ്രകടനം നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ കുഞ്ഞുങ്ങളെ നാം സ്നേഹിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ പല ത്യാഗങ്ങളും നാം എടുക്കും. അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ നല്ല ഭാവിക്ക് വേണ്ടി പല തരങ്ങളിലുള്ള സാക്രിഫൈസും മാതാപിതാക്കന്മാർ എടുക്കും. കാരണം ആ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട്. അപ്പോൾ മറ്റൊരു വ്യക്തിയെ നാം സ്നേഹിക്കുമ്പോൾ നമുക്ക് അതിന് ഒരു ഫലം നമ്മളിൽ നിന്ന് അത് പ്രകടമായി കാണണം. അതാണ് അവിടെ വായിക്കുന്നത്, നിങ്ങൾ ദയയും മനസ്സലിവുള്ളവരുമായി. ദയയും മനസ്സലിവും സ്നേഹത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. നമ്മോടൊപ്പം വസിക്കുന്ന, നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരു മനുഷ്യൻ്റെ അവസ്ഥ മനസ്സിലാക്കുവാൻ, അവനോട് കരുണയുണ്ടാകുവാൻ നമുക്ക് കഴിയണമെങ്കിൽ അവനെ സ്നേഹിക്കുവാൻ തക്കോണം നമുക്ക് കഴിയണം. ആ സ്നേഹമാണ് അപ്രകാരം മനസ്സലിവ് ആ വ്യക്തിയോടുണ്ടാകുവാനുള്ള കാരണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള തിരുവചനത്തിലേക്ക് വരുമ്പോൾ, പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല, എന്തെന്നാൽ ദൈവം സ്നേഹമാകുന്നു. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ നമ്മെ സ്നേഹിച്ചതുകൊണ്ട് തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്കായി ഈ ഭൂമിയിലേക്ക് അയക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അവൻ ക്രൂശിക്കപ്പെടുകയും ചെയ്തു. അതാണ് സ്നേഹത്തിൻ്റെ പ്രകടനം. നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി യേശുവിലൂടെ അത് നമുക്ക് കാണിച്ച് നൽകുകയാണ്. അപ്പോൾ ഈ സ്നേഹമാണ് നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. നാം സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ അല്ലെങ്കിൽ നമ്മുടെ സമസൃഷ്ടിയെ സ്നേഹത്തിൻ്റെ പ്രകടനമായി അവൻ്റെ നന്മയെ കാംക്ഷിക്കുവാനും അവനോട് ദയയുള്ളവനായി തീരുവാനും നമുക്ക് കഴിയുമ്പോഴാണ് ഈ സ്നേഹം നമ്മളിലൂടെ പ്രകടമാകുന്നത് എന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും നമുക്കങ്ങനെ കഴിയാറുണ്ടോ എന്ന് നാം പരിശോധിക്കുക.
നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് തടസ്സങ്ങൾ നിൽക്കുന്നതിന് കാരണം ഒരുപക്ഷെ നാം തന്നെയാകാം. ക്ഷമിക്കപ്പെടാതെ ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളാകാം. അത് ഒരുപക്ഷെ ഭാര്യയിൽ നിന്നോ ഭർത്താവിൽ നിന്നുള്ള വാക്കുകളോ പ്രവൃത്തികളോ ആകാം. അത് ക്ഷമിക്കപ്പെടാതെ നമ്മുടെ മനസ്സിൽ കിടക്കുന്നുവെങ്കിൽ, ഇന്നും നമുക്ക് ക്ഷമിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുകയില്ല. ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്ക് ആ ക്ഷമ കൊടുക്കാത്ത സാഹചര്യം തടസ്സമായി നിൽക്കുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്തൃപ്രാർത്ഥനയിൽ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 4-ാമത്തെ തിരുവചനം, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അപ്പോൾ കർത്തൃപ്രാർത്ഥനയിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഈ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ അതിലൊരു ഭാഗം നാം എന്നും ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലുള്ളൊരു ഭാഗമാണ്, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. നമ്മുടെ പാപങ്ങൾ നമ്മോട് ക്ഷമിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ തുടർന്ന് നാം പ്രാർത്ഥിക്കുന്നു, എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു. അപ്പോൾ നമ്മോട് തെറ്റ് ചെയ്ത് നമ്മെ വേദനിപ്പിച്ചിട്ടുള്ളവരോടും നമുക്ക് ക്ഷമിക്കുവാൻ കഴിയണം. അങ്ങനെ നാം ക്ഷമിക്കുമ്പോഴാണ് പിതാവ് അല്ലെങ്കിൽ ദൈവം നമ്മോടും ക്ഷമിക്കുന്നത്, നമ്മുടെ പാപങ്ങളും അവൻ ക്ഷമിക്കുന്നത് എന്ന് നമുക്കിവിടെ വായിക്കുവാൻ കൊണ്ടും കഴിയും. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയും കാവലും നമ്മുടെ മേൽ ഉണ്ടാകുന്നത് നാം മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോഴാണ് എന്ന് നാം ഇവിടെ വായിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ക്ഷമിക്കപ്പെടാതെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് കുടുംബജീവിതത്തിൽ തുടങ്ങാം. കുടുംബജീവിതത്തിൽ ഭാര്യയോടോ ഭർത്താവിനോടോ ക്ഷമിക്കപ്പെടാതെ നമ്മെ വേദനിപ്പിച്ചിട്ടുള്ള അന്യായമായി പ്രവർത്തിച്ചിട്ടുള്ള സംഭവങ്ങളാണെങ്കിൽ പോലും ആ വ്യക്തിയോട് നമുക്ക് ക്ഷമിക്കുവാൻ കഴിയാതെ നാം എത്ര പ്രാർത്ഥിച്ചാലും എത്ര പ്രായശ്ചിത്തം ചെയ്താലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ എത്തും തീർച്ചയായിട്ടും. പക്ഷേ ഒരുപക്ഷെ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയില്ല. നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ മുഖാന്തരം ഒരുക്കപ്പെടുന്നത് നമ്മുടെ ഹൃദയം വിശുദ്ധമുള്ളതായിത്തീരുകയാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 11-ാം അധ്യായം 27-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുകയാണ്, അതുകൊണ്ട് അയോഗ്യമായി അപ്പം ഭക്ഷിക്കുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനായി തീരും. വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് വിശുദ്ധ കുർബാന നാം സ്വീകരിക്കുമ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അയോഗ്യമായി അപ്പം ഭക്ഷിക്കുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനായി തീരും. എന്താണ് ഇതിന് കാരണം? 18-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുകയാണ്, ഒന്നാമത് നിങ്ങൾ സഭ കൂടുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നു, കുറേയെല്ലാം വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വിശ്വാസികളുടെ ഒരു സമൂഹം അവിടെ അവരോട് പറയുകയാണ്, നിങ്ങൾ കൂടി വരുന്നത് കൊണ്ട് ഗുണമല്ല ദോഷമാണ് ഉണ്ടാകുന്നത്. ഒന്നാമത് നിങ്ങൾ സഭ കൂടുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു, കുറേയെല്ലാം വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കൂടി വരികയാണ്. വിശ്വാസികൾ ഒരുമിച്ച് കൂടി വരുമ്പോഴും പരസ്പരം അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഭിന്നതകൾ അവരിലുണ്ടാകുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് തുടർന്ന് നാം വായിക്കുന്നത് 25-ാമത്തെ തിരുവചനം മുതൽ, അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് അവൻ പാനപാത്രം എടുത്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിലുള്ള പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിനെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുന്നതുവരെയും അവൻ്റെ മരണത്തെ പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം ഭക്ഷിക്കുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനായി തീരും. അപ്പോൾ നാം വിശുദ്ധ കുർബാന, കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും നാം ഭക്ഷിക്കുമ്പോഴും പാനം ചെയ്യുമ്പോഴും നമ്മളിൽ ഇപ്രകാരം പരസ്പരം ഭിന്നതയും കലഹവും ക്ഷമിക്കപ്പെടാതെയുള്ള സ്വഭാവമാണെങ്കിൽ നാം എടുക്കുന്ന ആ വിശുദ്ധ കുർബാന നമുക്ക് ദോഷമായി തീരുമെന്നിവിടെ ഓർമ്മപ്പെടുത്തുന്നു. ഒന്ന് വായിക്കുകയാണ്,
മനുഷ്യൻ ആത്മപരിശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യണം. ആത്മപരിശോധന, സ്വയം പരിശോധിക്കണം. എന്താണ് എനിക്ക് ഈ അപ്പവും ഈ രക്തവും അല്ലെങ്കിൽ ഈ ശരീരവും ഈ രക്തവും ഭക്ഷിക്കുവാനുള്ള യോഗ്യതയുണ്ടോ? യോഗ്യത ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കർത്താവിനെ പോലൊരു മനസ്സ് നമുക്കുണ്ടാകുമ്പോഴാണ്. കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുവാൻ നമ്മെ യോഗ്യരാക്കുന്നത് മറ്റുള്ളവരോട് നാം ക്ഷമിക്കുവാൻ നമുക്ക് കഴിഞ്ഞ്, മറ്റുള്ളവരോട് പൊറുക്കുവാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ്. അങ്ങനെ നാം ആ വിശുദ്ധ ശരീരവും രക്തവും ഭക്ഷിക്കുമ്പോഴാണ് നമുക്ക് അനുഗ്രഹമായി തീരുന്നത്. തുടർന്ന് നാം വായിക്കുന്നു, ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ ശരിയായി വിവേചിക്കാതിരുന്നാൽ അവൻ അവൻ്റെ തന്നെ ശിക്ഷാവിധി ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് നിമിത്തം നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമായിരിക്കുന്നു, അനേകർ നിദ്ര കൊള്ളുന്നു. അപ്പോൾ ഇത് വലിയ പ്രയാസങ്ങളിലേക്ക് നമ്മെ നയിക്കാം. നാം വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മെ തന്നെ പരിശോധിച്ച് എന്തെങ്കിലും കുറവുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ക്ഷമിക്കപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും മറ്റുള്ളവരോട് പൊറുക്കുവാനും നമുക്ക് കഴിഞ്ഞ ശേഷം നാം വിശുദ്ധ കുർബാന സ്വീകരിക്കണം എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അല്ല എങ്കിൽ നമ്മുടെ വായിച്ചു, ഇത് നിമിത്തം നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആയിരിക്കുന്നു, അനേകർ നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. അപ്പോൾ നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. കർത്താവിനാൽ വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് നമുക്ക് ശിക്ഷണം നൽകുകയാകുന്നു. അതുകൊണ്ട് നമ്മെ തന്നെ വിധിക്കുക. നമ്മുടെ തെറ്റുകൾ, കുറവുകളുണ്ടെങ്കിൽ അത് കണ്ടെത്തി നാം അത് അനുദപിച്ച് കർത്താവിനോട് ക്ഷമയാചിച്ച്, അതോടൊപ്പം മറ്റാരോടെങ്കിലും ഉണ്ടെങ്കിൽ അവരോടും ക്ഷമിച്ചതിന് ശേഷം നാം അത് സ്വീകരിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ സ്നേഹം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരോടുകൂടി ക്ഷമിക്കുന്ന സ്നേഹമാണ്. അതാണ് പിതാവാം ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് മാതൃകയായി നമുക്ക് നൽകി. നമ്മെ സ്നേഹിച്ചതുകൊണ്ട് അവൻ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് നാം യോഹന്നാൻ്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മെ രക്ഷിക്കുവാനായി ലോകത്തെ, നമ്മെ ഓരോരുത്തരെയും ദൈവം സ്നേഹിച്ചു. ആ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് യേശുവിനെ നമുക്കായി ഈ ലോകത്തേക്ക് അയച്ചത്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ക്രൂശിക്കപ്പെട്ട് അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അത് മോചിക്കുവാൻ തക്കോണം നമുക്ക് വേണ്ടി അവൻ മധ്യസ്ഥം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സ്നേഹത്തിനൊരു പ്രകടനമുണ്ട്. ഇത് കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചനത്തിൽ നാം വായിക്കുകയാണ്. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങരയോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനവരം ഉണ്ടായിരിക്കുകയും സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിക്കുകയും ചെയ്താലും മലകൾ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം അസൂയപ്പെടുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, പരുഷമായി പെരുമാറുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, ദോഷം കണക്കിടുന്നുമില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. എല്ലാം വഹിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും പരാജയപ്പെടുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോവും, ഭാഷാപരമോ അത് നീങ്ങിപ്പോവും, അറിവോ അത് നശിച്ച് പോകും. അതുകൊണ്ട് അവസാനം പറയുകയാണ് 13-ാമത്തെ തിരുവചനം, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു, ഇവയിൽ വലുതോ സ്നേഹം തന്നെ. അപ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ 2-ാമത്തെ കൽപ്പന, ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കുക. അപ്രകാരം തന്നെ അതേ വെയിറ്റ് അല്ലെങ്കിൽ അതേ പ്രയോറിറ്റി നമ്മുടെ സമസൃഷ്ടികളോടും കാണിക്കുവാൻ നമുക്ക് കഴിയണം എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കർത്താവിൽ സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് തടസ്സം ആരോടെങ്കിലും ക്ഷമിക്കുവാൻ നമുക്ക് കഴിയാതെ നമ്മുടെ മനസ്സിലുള്ള എന്തെങ്കിലും കാര്യമാണോ നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നാം ക്ഷമിക്കുമ്പോൾ
നമ്മുടെ പാപങ്ങളും ക്ഷമിക്കപ്പെട്ട് നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ മുഖാന്തരം ഒരുക്കപ്പെടും എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ക്ഷമിക്കാതെ വരുമ്പോഴാണ് പലപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുവാൻ നമുക്ക് സാധ്യമാകുന്നത്. മറ്റുള്ളവരുടെ ബലഹീനതകൾ വഹിക്കുവാൻ നമുക്ക് കഴിയാതെ വരുന്നത് അപ്രകാരമുള്ള സാഹചര്യമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 1 മുതലുള്ള തിരുവചനത്തിൽ നാം വായിക്കുകയാണ്, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങൾ വിധിക്കരുത്. മറ്റുള്ളവരെ നിങ്ങൾ വിധിക്കരുത്. മറ്റുള്ളവരുടെ ബലഹീനതകളെ നാം ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ പല തരങ്ങളിൽ അവരെ വിധിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നില്ല. മറ്റുള്ളവരുള്ള നന്മകൾ കാണുവാൻ നമുക്ക് കഴിയുന്നില്ല. അവനിലുള്ള കുറവുകളും അവനുള്ള ദോഷങ്ങളും അവൻ്റെ ബലഹീനതകളുമാണ് നാം കാണുന്നത്. അങ്ങനെ വരുമ്പോഴാണ് മറ്റുള്ളവരെ നാം വിധിക്കുന്നത്. അങ്ങനെ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ നാം തന്നെ വിധിക്കപ്പെടുകയാണെന്ന് ഇവിടെ തിരുവചനം കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തുടർന്ന് കർത്താവ് പറയുന്നു, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. നിങ്ങൾ എങ്ങനെ മറ്റുള്ളവരെ വിധിക്കുന്നുവോ അപ്രകാരം നിങ്ങളെയും വിധിക്കും. നീ മറ്റുള്ളവരുടെ ബലഹീനതകൾ കണ്ട് നിൻ്റെ ബലഹീനതകൾ ഓർക്കാതെ, നിൻ്റെ കുറവുകൾ ഓർക്കാതെ മറ്റുള്ളവരുടെ ബലഹീനതകളും കുറവുകളുമാണ് എപ്പോഴും നീ കാണുന്നതെങ്കിൽ ഇവിടെ പറയുകയാണ്, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ കാണാതെ സഹോദരൻ്റെ കണ്ണിലെ കരട് നീ നോക്കുന്നത് എന്ത്? എത്രയോ ബലഹീനതകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, എത്രയോ കുറവുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് നാം ചിന്തിക്കാതെ, അത് നാം മനസ്സിലാക്കാതെ, അത് നമുക്ക് കാണാൻ കഴിയാതെ മറ്റുള്ളവരുടെ ബലഹീനതകൾ കാണുന്ന ഒരവസ്ഥയാണ് എങ്കിൽ ഇവിടെ പറയുകയാണ്, നിൻ്റെ സ്വന്തം കണ്ണിലെ കോൽ കാണാതെ സഹോദരൻ്റെ കണ്ണിലെ കരട് നീ നോക്കുന്നത് എന്ത്? നിനക്ക് അവനേക്കാൾ അധികമായി ബലഹീനതകളുണ്ട്, കുറവുകളുണ്ട്. നിൻ്റെ കണ്ണിൽ കോലിരിക്കെ മറ്റുള്ളവൻ്റെ കണ്ണിലെ കരടാണ് നീ നോക്കുന്നത്. എന്നിട്ട് പറയുന്നു, അല്ല, സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നിൽക്കൂ, നീ നിൻ്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? കപടഭക്തിക്കാര, മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോൽ എടുത്തു കളയുക, അപ്പോൾ സഹോദരൻ്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയുവാൻ തക്കവണ്ണം നിനക്ക് വ്യക്തമായി കാണുവാൻ കഴിയും. നിൻ്റെ കണ്ണിൽ കോലിരിക്കെ എങ്ങനെയാണ് നീ സഹോദരൻ്റെ കണ്ണിലെ കരട് കാണുവാൻ കഴിയുക? നിൻ്റെ കണ്ണിലെ കോല് നീ എടുത്തു മാറ്റുക. അപ്പോൾ നീ സഹോദരൻ്റെ കണ്ണിലെ കരട് എടുക്കുവാൻ തക്കവണ്ണം വ്യക്തമായി കാണുവാൻ കഴിയും. വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ ഇടുകയും അരുത്, അവ കാൽ കൊണ്ടവയെ ചവിട്ടുകയും തിരിഞ്ഞ് നിങ്ങളെ ചീന്തിക്കളയും ചെയ്യുവാൻ ഇടവരരുത്. ആത്മീയ ജീവിതത്തിൽ വലിയ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് സമസൃഷ്ടികളോടുള്ള നമ്മുടെ സമീപനം. സമസൃഷ്ടികളെ സ്നേഹിക്കുവാൻ, കരുതുവാൻ, അവരോട് മനസ്സലിവ് കാണിക്കുവാൻ, അവരോട് ദയ കാണിക്കുവാൻ, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുവാൻ, ആ ഭാരം ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ നാം ദൈവത്തെ സ്നേഹിക്കണം. സമസൃഷ്ടികളെ ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കണം എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്, ദൈവത്തിനു വേണ്ടി പലതും ചെയ്യുന്നവരാണ്, കൊടുക്കുന്നവരാണ്, ദൈവ ആരാധനകളിൽ സംബന്ധിക്കുന്നവരാണ്. എന്നാൽ സമസൃഷ്ടികളോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാണ്? അവരെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുമോ? അവരുടെ കുറവുകളെ, കുറ്റങ്ങളെ കണ്ടെത്തുവാനാണോ നാം പരിശ്രമിക്കാറുള്ളത്? എന്തെങ്കിലും തെറ്റുകൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് ക്ഷമിക്കപ്പെടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണോ നാം കടന്നു പോകുന്നത്? നാം ശാന്തമായി പരിശോധിക്കുക. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന കാര്യമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവും അപ്പോസ്തലനായ പൗലോസും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അപ്രകാരം ഒരു മാറ്റമുണ്ടാകുവാൻ, അപ്രകാരം നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാൻ നമുക്ക് കഴിയുമ്പോൾ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന ഏത് കാര്യമാണെന്നും വ്യക്തമാക്കിക്കൊണ്ട് അവയെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ അത് മുഖാന്തരമായി തീരും എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ കുറിവാക്യം നാം ഒരിക്കൽ കൂടി വായിക്കുമ്പോൾ, നിങ്ങൾ പരസ്പരം ദയയും മനസ്സലിവുള്ളവരുമായി ദൈവം കർത്താവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുവിൻ. ദയയും മനസ്സലിവുള്ളവരായി. ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ ബലഹീനതകൾ കൊണ്ടാണ്, അവൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് എന്ന് കരുതി അവനോട് ക്ഷമിക്കുവാൻ നമുക്ക് കഴിയണം എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടും. അതിൻ്റെ തൊട്ട് മുമ്പുള്ള വാക്യത്തിൽ നാം വായിക്കുന്നു, എല്ലാ കയ്പും കോപവും
ക്രോധവും ആവലാതിയും പരദൂഷണവും സകല തിന്മയും നിങ്ങളിൽ നിന്ന് നീങ്ങിപ്പെട്ട. എല്ലാ കയ്പും നമുക്ക് ഏറെ പ്രയാസമുണ്ടാക്കുന്ന സാഹചര്യങ്ങളാകാം മറ്റുള്ളവർ ചെയ്തിട്ടുള്ളത്, സംസാരിച്ചിട്ടുള്ളത്. നമ്മൾ ഒരുപക്ഷെ തെറ്റിദ്ധരിക്കപ്പെട്ട സാഹചര്യത്തിലാകാം നമ്മളെ അപ്രകാരം ഒരു പ്രയാസത്തിലേക്ക് കടത്തിവിട്ടത്. പക്ഷെ അവിടെയൊക്കെയും ക്ഷമിക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം പ്രാപിപ്പാൻ നമുക്ക് കഴിയുന്നത്. ക്ഷമിക്കപ്പെടാത്ത പാപം അത് നമ്മുടെ നന്മകൾക്ക്, നമ്മുടെ അനുഗ്രഹങ്ങൾക്ക്, ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുവാനുള്ള അനുഗ്രഹങ്ങൾക്ക് തടസ്സമാണ്. എന്തെന്നാൽ കർത്തൃപ്രാർത്ഥന അതാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. കടക്കാരോട് ക്ഷമിക്കാതെ ദൈവത്തിന് നമ്മോട് ക്ഷമിക്കുവാൻ കഴിയുകയില്ല എന്ന് ആ കർത്തൃപ്രാർത്ഥന തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ മറ്റുള്ളവരോട് ക്ഷമിച്ച് നാം വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ മുഖാന്തരമൊരുക്കപ്പെടുന്നത്. ദൈവിക അനുഗ്രഹങ്ങളോടുകൂടി നമുക്ക് മുമ്പോട്ട് പോകാൻ തക്കവണ്ണം കഴിയുന്നത്. ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോടുണ്ടാകുമ്പോൾ സമാധാനപരമായ ഒരു ജീവിതം നയിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയും. മറിച്ച് ക്ഷമിക്കപ്പെടാതെ ഉള്ള എന്തെങ്കിലും സാഹചര്യം നമുക്കുണ്ടെങ്കിൽ ഒരുപക്ഷെ ഉറങ്ങുവാനോ നമുക്ക് കഴിയാത്തൊരു സാഹചര്യം അനേകരുടെ ജീവിതത്തിലുണ്ട്. ക്ഷമിക്കപ്പെടാതെയുള്ള പാപം നമ്മളെ അസ്വസ്ഥപ്പെടുത്തും. അത് നമുക്ക് ഉറങ്ങുവാൻ നമുക്ക് കഴിയുകയില്ല. നമ്മുടെ ആങ്സൈറ്റി അല്ലെങ്കിൽ നമ്മുടെ ആങ്ഷ്യസ്, അങ്ങനെ പല കാര്യങ്ങൾ അത് രോഗങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ പോലെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ, ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ സമസൃഷ്ടികളെയും സ്നേഹിക്കുവാനും അവരോട് ക്ഷമിക്കുവാനും അവരെ കരുതുവാനും അവരുടെ മനസ്സലിവുള്ളവരായി ജീവിപ്പാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമ്മെ സഹായിക്കട്ടെ. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.